السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ വിഷയത്തിൽ തന്നെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് അടുത്ത അധ്യായത്തിൽ ഇമാം അവർ വിവരിക്കുന്നത്. വൽ മഹബ്ബത്തു ലഹാ ആഥാറുൻ, സ്നേഹത്തിന് ചില പ്രതിഫലനങ്ങളുണ്ടാകും, അതിന് ചില അടയാളങ്ങളുണ്ടാകും. വതവാബിഉ വലവാസിമു വഅഹ്കാം, അതിനെ പിന്തുടർന്നു വരുന്ന ചില പിന്തുടർച്ചകളുണ്ടാകും, അതിന് ചില ലവാസിമുകളുണ്ടാകും. സ്നേഹം ഉണ്ട് എങ്കിൽ അതിൻ്റെ അനിവാര്യമായ ചില കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാകും, അതിൻ്റെ ചില ഹുക്കുമുകളുണ്ടാകും, ചില വിധികളുണ്ടാകും. സവാഉൻ ഖാനത്ത് മഹ്മൂദത്തൻ ഔ മദ്മൂമ, സ്നേഹം അത് പ്രശംസനീയമായ സ്നേഹമാകട്ടെ അല്ലെങ്കിൽ ആക്ഷേപാർഹമായ സ്നേഹമാകട്ടെ, ഏത് വിധേനയുള്ള സ്നേഹമാണ് ഒരാൾക്ക് ഉള്ളതെങ്കിലും നമ്മൾ പറഞ്ഞു, ഒരു ഹൃദയവും സ്നേഹത്തെ തൊട്ടെന്തല്ല, ഒഴിവല്ല. ഏത് ഹൃദയത്തിനും സ്നേഹം ഉണ്ടാകും. ഒന്നുകിൽ അത് മഹ്മൂദായതായിരിക്കും, സ്തുത്യർഹമായ സ്നേഹമായിരിക്കും, അതല്ലെങ്കിൽ ആക്ഷേപാർഹമായതായിരിക്കും. ഏത് വിധേനയുള്ള സ്നേഹമാണെങ്കിലും അതിനെന്തുണ്ട്, ചില പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ചില തവാബിഅകൾ, അനിവാര്യമായ കാര്യങ്ങൾ അതിന് പിന്നാലെ സംഭവിക്കും. അതേപോലെ തന്നെ നാഫിഅത്തൻ ഔ ദാറ, പ്രയോജനപ്രദമായ സ്നേഹമാകട്ടെ അതല്ലെങ്കിൽ ഉപദ്രവകരമായതാകട്ടെ, ഏത് സ്നേഹമാണെങ്കിലും എന്തെല്ലാമാണ് അതിൻ്റെ പിന്നാലെ വരുന്ന അസറുകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ, അനിവാര്യതകൾ. അത് മിനൽ വജ്ദി, പ്രേമത്താൽ സ്നേഹം അത് മൂർച്ഛിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു തെറ്റായ രീതിയിലുള്ള പ്രേമം പോലുള്ള കാര്യങ്ങളിലേക്കെത്തും. വദ്ദൗഖി, ചില അഭിരുചികളിലേക്കെത്തും. വൽ ഹലാവ, അതേപോലെ തന്നെ ചില മാധുര്യങ്ങളിലേക്ക്. വഷൗഖി വൽ ഉൻസി, ഷൗഖിലേക്ക്. ഷൗഖ് എന്ന് പറഞ്ഞാൽ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ളതായ, അവനിൽ എത്തിപ്പെടാനുള്ളതായ ഒരു അവസ്ഥ, അവനോടൊത്തുള്ളതായ സന്തോഷങ്ങൾ. അതേപോലെ വൽ ഇത്തിസ്വാലി ബിൽ മഹബൂബി, സ്നേഹിക്കുന്നവനോട് കൂടെ ചേരാൻ, ബന്ധപ്പെടുക എന്നുള്ളതായ ചില കാര്യങ്ങൾ. വൽ ഖുർബി മിൻഹു, അവനോടുള്ളതായ അടുപ്പം. വൽ ഇൻഫിസാലി അൻഹു വൽ ബുഅദി അൻ, അതേപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, അകൽച്ചയും സംഭവിച്ചേക്കാം, ഇടയ്ക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. വസ്വദ്ദി വൽ ഹുജറാനി, ചില തടസ്സങ്ങളും അതേപോലെ ചില വെടിയലുകളും ഉണ്ടാകാം. വൽ ഫറഹി വസ്സുറൂരി, സന്തോഷവും ആഹ്ലാദവും. വൽ ബുകാഇ വൽ ഹുസ്ൻ, ചിലപ്പോൾ കരയലുകളിലെത്താം, കരച്ചിലുകളിലും ദുഃഖങ്ങളിലും എത്താം. വഗൈരി ദാലിക മിൻ അഹ്കാമിഹ വലവാസിംഹ, ഇതല്ലാത്തതുമായ
ധാരാളം അഹ്കാമുകൾ, വിധികളും അനിവാര്യതകളും സ്നേഹത്തിനുണ്ട്. അത് ഏത് വിധേനയുള്ള സ്നേഹമാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അതിന് സംഭവിക്കും. വൽ മഹബ്ബത്തുൽ മഹ്മൂദ, സ്തുത്യർഹമായ സ്നേഹം, ഹിയൽ മഹബ്ബത്തുൻ നാഫിഅ, അത് പ്രയോജനകരമായ സ്നേഹമാണ്. അല്ലത്തി തജ്ലിബു ലിസാഹിബിഹാ മാ യൻഫഉഹു ഫീ ദുനിയാഹു വ ആഖിറതി, അങ്ങനെയുള്ള സ്നേഹം ആർക്കാണോ ഉള്ളത് അത് അവൻ്റെ ദുനിയാവിലും ആഖിറത്തിലും അവന് നന്മകൾ കൊണ്ടെത്തിക്കുന്നതാണ്. അവന് പ്രയോജനപ്രദമായ കാര്യങ്ങൾ എന്തു ചെയ്യും? അവനിലേക്ക് വലിച്ചു കൊണ്ടുവരും. വഹാദിഹിൽ മഹബ്ബത്തു ഹിയ ഉൻവാനു സആദ, ആ സ്നേഹം അത് സൗഭാഗ്യത്തിൻ്റെ തലവാചകമാണ്. ഒരാൾക്ക് സൗഭാഗ്യം ഉണ്ടാകണമെങ്കിൽ അതുകൂടിയേ തീരൂ. സൗഭാഗ്യം ഉണ്ടാകണമെങ്കിൽ ഈ സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ അനിവാര്യമാണ്. അത് അവൻ്റെ ദുനിയാവിൽ നന്മകൾ അവന് കൊണ്ടുവരും, ആഖിറത്തിലും കൊണ്ടുവരും. അതേപോലെ തന്നെ വൽദാറ, ഉപദ്രവകരമായ സ്നേഹം, ഹിയല്ലത്തി തജ്ലിബു ലിസാഹിബിഹാ മാ യദുറുഹു ഫി ദുനിയാഹു വ ആഖിറതി, അത് ആരുടെ ഹൃദയത്തിലാണോ ഉള്ളത് അവനിലേക്ക് ദുനിയാവിലും ആഖിറത്തിലും അവനെ ഉപദ്രവിക്കുന്നതായ കാര്യങ്ങൾ എന്ത് ചെയ്യും? അത് വലിച്ചു കൊണ്ടുവരും. വഹിയ ഉൻവാനു ഷഖാവതി, അത് അവൻ്റെ ദൗർഭാഗ്യത്തിൻ്റെ, പരാജയത്തിൻ്റെ തലവാചകവുമായിരിക്കും. അങ്ങനെ ഒരാൾക്ക് അപകടകരമായ സ്നേഹം, സ്തുത്യർഹമല്ലാത്തത് ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ്റെ ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടുന്നതാണ്. വ മഅലൂമുൻ, അറിയപ്പെട്ട എല്ലാവർക്കും സുപരിചിതമായ കാര്യമാണ്, അന്നൽ ഹയ്യൽ ആഖില ലാ യഖ്താറു മഹബ്ബത മാ യദുറുഹു വയുഷ്തി, ബുദ്ധിയുള്ള, ജീവനുള്ള, ബുദ്ധിയുള്ള ഒരാൾ തനിക്ക് അപകടമുണ്ടാക്കുന്ന, തന്നെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്നേഹത്തെ ബുദ്ധിയുള്ള ആരും എന്ത് ചെയ്യൂല? തിരഞ്ഞെടുക്കുകയില്ല. ബുദ്ധിയുള്ള മനുഷ്യരാണ് എങ്കിൽ സ്തുത്യർഹമായ, പ്രയോജനം നൽകുന്നതായ സ്നേഹത്തെ എന്ത് ചെയ്യൂ? തിരഞ്ഞെടുക്കൂ. വഇന്നമാ യസ്ദുറു ദാലിക അൻ ജഹ്ലിൻ വദുൽമിൻ, ഇനി ഒരാളിൽ നിന്ന് ആ സ്നേഹം ഉണ്ടായെന്ന് കൂട്ടിക്കോ, പ്രയോജനം ഇല്ലാത്തതായ ഉപദ്രവകരമായ ഒരു സ്നേഹം ഒരാളിൽ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അവൻ്റെ അവിവേകമാണ്, ജഹ്ല് കാരണത്താലാണ്, അല്ലെങ്കിൽ അവൻ്റെ അക്രമം കാരണത്താലാണ്. അവൻ അവൻ്റെ നഫ്സിനെ ആക്രമിക്കുകയാണ് അത് മുഖേന ചെയ്യുന്നത്. ഫഇന്ന നഫ്സ ഖദ് തഹ്വാ മാ യദുറുഹാ വലാ യൻഫഉഹാ, ചില സമയങ്ങളിൽ എന്ത് ചെയ്യും? നഫ്സ് അത് എന്ത് ചെയ്തേക്കാം? ഉപദ്രവകരമായതിന് ഇഷ്ടപ്പെട്ടേക്കാം, പ്രയോജനമില്ലാത്തതിന് ചിലപ്പോഴെല്ലാം എന്ത് ചെയ്തേക്കാം? നഫ്സ് ഇഷ്ടപ്പെട്ടേക്കാം. എന്താണ് അതിന് കാരണം? വദാലിക മിൻ ദുൽമിൽ ഇൻസാനി ലിനഫ്സി, അതിൻ്റെ കാരണം മനുഷ്യൻ അവൻ്റെ നഫ്സിനോട് ചെയ്യുന്ന അക്രമമാണ്. അത് ഉണ്ടാകാൻ ഏത് വിധേനയുമാണ്? ഇമ്മാ ബി അൻ തകൂന ജാഹിലതൻ ബിഹാലി മഹ്ബൂബിഹ, ഒന്നുകിൽ അവൻ്റെ മഹ്ബൂബിൻ്റെ, അവൻ സ്നേഹിക്കുന്നത് ആരെയാണോ അവൻ്റെ അവസ്ഥയെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യണത്? അവൻ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അവൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അവൻ്റെ സ്നേഹിക്കുന്നു, അത് അവൻ അപകടം ചെയ്യിക്കുന്നതാണ്. പക്ഷേ ഈ സ്നേഹിക്കപ്പെടുന്ന വസ്തുവിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ അവൻ്റെ ഹാൽ ഇവനക്ക് അറിയില്ലാത്തതാകാം ഒരു കാരണം. ബി അൻ തഹ്വ ശൈഅ വതുഹിബ്ബഹു ഗൈറ ആലിമത്തിൻ ബിമാ ഫീ മഹബ്ബതിഹി മിനൽ മദറ, അങ്ങനെയുള്ള ഒരു വസ്തുവിനെ അല്ലെങ്കിൽ വ്യക്തിയെ സ്നേഹിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതായ മദറത്തുകളെ എന്ത് ചെയ്യില്ല? ഇവൻ അറിയില്ല എന്നുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വസ്തുവിനെ ഇവൻ സ്നേഹിക്കുന്നു. ബി അൻ തഹ്വ ശൈഅ, ഒരു വസ്തുവിനോട് ഇവന് ഇഷ്ടമുണ്ടാകുന്നു. വതുഹിബ്ബഹു, അതിനവൻ ഇഷ്ടപ്പെടുന്നു. ഗൈറ ആലിമത്തിൻ ബിമാ ഫീ മഹബ്ബതിഹി മിനൽ മദറ, അവനോട് ഉള്ള സ്നേഹം കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ഇവനക്കെന്തറിയില്ല, ഇവനറിയില്ല, ഇവൻ അജ്ഞനാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള മദ്മൂമത്തായ, ആക്ഷേപകരമായ സ്നേഹത്തിൽ ഇവൻ പെട്ടുപോകുന്നത്. വഹാദാ ഹാലു മനിത്തബഅ ഹവാഹു ബിഗൈരി ഇൽമിൻ, ഇത് ഒരാളുടെ അവസ്ഥയാണ്. അവനെന്ത് ചെയ്യുന്നു? അവൻ്റെ ഹവയെ പിന്തുടരുന്നു, ഇൽമിനെയല്ല അവൻ പിന്തുടരുന്നത്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഖുർആനിനും സുന്നത്തിനും അനുയോജ്യമായ അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചുള്ള സ്നേഹമായിരിക്കും. പക്ഷേ ഇവൻ അവൻ്റെ ഹവയെ, ദുഷിച്ച ഇച്ഛയെ പിന്തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഷഹവാത്തുകളെ പിന്തുടരുന്നു. അല്ലെങ്കിൽ
അതല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ ഉപദ്രവം എന്താണെന്ന് അവനക്കറിയില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ അറിയാൻ സാധിക്കും. ഇവനക്കറിയാം ഞാൻ ഇന്നയാളെ സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന ആളുകളുടെ കൂടെ കൂടിയാൽ, അല്ലെങ്കിൽ ഇന്ന സ്ത്രീയെ സ്നേഹിച്ചാൽ അത് മുഖേന ഉണ്ടാകുന്ന അപകടങ്ങൾ എന്താണെന്ന് അവനക്കറിയാം. പക്ഷേ ലാകിൻ തുസിറു ഹവാഹ അലാ ഇൽമിഹ, അവൻ്റെ ഹവയെ അവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ ഇൽമിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കുന്നു. അവനക്കറിയാം ഞാൻ ഇങ്ങനെ ചെയ്താൽ അപകടമാണ്, ഇത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്നവനറിയാം. പക്ഷേ എങ്കിലും അവൻ്റെ ഈ ബോധ്യത്തിന് അതിനേക്കാൾ കൂടുതൽ അവൻ്റെ ഹവയെ, മനസ്സിൻ്റെ ഇച്ഛക്ക് അവൻ എന്ത് ചെയ്യാണ്, പ്രാധാന്യം കൊടുക്കുകയാണ്. വഖദ് തതറക്കബു മഹബ്ബതുഹാ മിൻ അംറൈൻ, ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഇവന്റെ ഇതിനോടുള്ള ഈ സ്നേഹം അത് രണ്ട് കാരണങ്ങൾ കൂടിച്ചേർന്നതാകാം. ഒന്ന് ഇഅ്തിഖാദിൻ ഫാസിദിൻ വഹവൻ മദ്മൂമിൻ, ഒന്ന് എന്താണ് മോശപ്പെട്ട വിശ്വാസം, മറ്റൊന്ന് ആക്ഷേപാർഹമായ ഹവ. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഅ്തിഖാദിൻ ഫാസിദിൻ എന്ന് പറഞ്ഞാൽ അവന് ഉണ്ടാകുന്ന ശുബ്ഹാത്തുകളാണ്. അതായത് നേരത്തെ പറഞ്ഞ ഇൽമുണ്ടാകാം, പക്ഷെ എന്ത് ചെയ്യുന്നു, ഹവക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ആ ഇൽമ് ശരിയായ ഇൽമല്ല, അത് ഫാസിദായ ഇൽമാണ്, അത് നാശകരമായ ഇൽമാണ്. അവൻ്റെ പല ശുബ്ഹത്തുകളും അവന് പിടികൂടിയിരിക്കുകയാണ്. ചിലപ്പോൾ അവന് തോന്നും ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം, അത് മുഖേനയുള്ള ചില അപകടങ്ങൾ എന്ത് ചെയ്യും, അവനക്ക് അതിനെക്കുറിച്ച് അവനക്ക് അറിയില്ല എന്നുള്ളതായിരിക്കാൻ കാരണം. ശുബ്ഹാത്തുകൾ അവനെ പിടികൂടിയിരിക്കുകയാണ്. ശരിയായ ഇൽമ് എന്തില്ല, അവൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ അവന് തോന്നും ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു ധാരാളം പുറത്തു തരുന്നവനാണ്. ഇത് അപകടമാണെന്ന് അറിയുന്നതിനോടുകൂടെ ഇതുപോലുള്ള ചില ശുബ്ഹത്തുകൾ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, പിടികൂടിയിരിക്കുകയാണ്. അവനക്കറിയാം ഇത് അപകടമാണെന്ന്. പക്ഷെ എന്നാലും അവൻ എന്ത് ചെയ്യും, അവൻ്റെ ഈ ഇൽമിനെ അവൻ്റെ ഹവ എന്ത് ചെയ്യണം, കവച്ചു വയ്ക്കുകയാണ്. ഇതുപോലുള്ള ചില ശുബ്ഹത്തുകൾ അവനെ പിടികൂടി എന്നുള്ള കാരണത്താൽ. അതേപോലെ വഹവൻ മദ്മൂമിൻ, അത് അവൻ്റെ ഇച്ഛയാണ് ഉദ്ദേശിക്കുന്നത്, ആക്ഷേപാർഹമായ അവൻ്റെ ഇച്ഛ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാകാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇവരിൽ നിന്ന് ഇതുപോലുള്ളതായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. വഹാദ ഹാലു മനിത്തബഅ അദ്ദന്ന വമാ തഹവൽ അൻഫുസ്, ഇത് എന്താണ്, ഇച്ഛകളെയും അതേപോലെ തന്നെ ശുബ്ഹത്തിനെയും പിന്തുടരുന്ന ആളുകളുടെ അവസ്ഥയാണ്. മനിത്തബഅ അദ്ദന്ന എന്ന് പറഞ്ഞാൽ ശുബ്ഹത്തിനെ പിന്തുടരലാണ്. ഭാവന, അവൻ്റെ ഉറപ്പുള്ള യഖീനായ ഇൽമിനെയല്ല അവനെന്ത് ചെയ്യുന്നു, അവൻ്റെ ചില ഊഹങ്ങളെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, പിന്തുടരുന്നത്. യഥാർത്ഥ ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ല, ശുബ്ഹാത്തുകളെ അവൻ പിന്തുടരുന്നു. അതേപോലെ തന്നെ വമാ തഹവൽ അൻഫുസ്, അവൻ്റെ മനസ്സാഗ്രഹിക്കുന്ന ഷഹവാത്തുകളെ എന്ത് ചെയ്യുന്നു, പിന്തുടരുന്നു എന്നുള്ളതാണ്. ഖുർആൻ പറയുന്നത് കാണാം, ഇയത്തബിഊന ഇല്ല ദന്ന വമാ തഹവൽ അൻഫുസ്, മുശ്രിക്കീങ്ങൾ പിന്തുടരുന്നത് എന്തിനെ മാത്രമാണ്, വന്നിനെയാണ്, യഖീനിനെയല്ല, ഇൽമിനെയല്ല, യഥാർത്ഥ അറിവിനെയല്ല, ബോധ്യത്തെയല്ല അവരെന്ത് ചെയ്യുന്നത്, പിന്തുടരുന്നത്. അവരുടെ ശുബ്ഹത്തുകളെയാണ് അവർ പിന്തുടരുന്നത്. അതേപോലെ വമാ തഹവൽ അൻഫുസ്, അവരുടെ മനസ്സിച്ഛിക്കുന്ന കാര്യങ്ങളെയുമാണ്. അപ്പോൾ ഈ ശുബ്ഹത്തുകളും ഷഹവാത്തുകളുമാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യനെ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇതുപോലുള്ളതായ കാര്യങ്ങളാണ്. ഫലാ തഖഉൽ മഹബ്ബത്തുൽ ഫാസിദതു ഇല്ലാ മിൻ ജഹ്ലിൻ വഅതിഖാദിൻ ഫാസിദ്. അതുകൊണ്ട് അതിന്റെ ആകത്തുക എന്താണ്, ഒരാളിൽ നിന്ന് ഈ പറയുന്ന നാശകരമായ സ്നേഹം അത് ഉണ്ടാകണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ എന്ത്, അവൻ്റെ അറിവില്ലായ്മ, അതായത് ശുബ്ഹത്തുകൾ. അതേപോലെ തന്നെ മിൻ ജഹ്ലിൻ വഅതിഖാദിൻ ഫാസിദിൻ, ഇൽമില്ലാത്ത അവസ്ഥ, അതാണ് ജഹ്ലും ഇഅ്തിഖാദുൻ ഫാസിദ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഔ ഹവൻ ഗാലിബിൻ, അല്ലെങ്കിൽ അവനെ മറിച്ചിടുന്ന, തോൽപ്പിക്കുന്ന അവൻ്റെ ദുഷിച്ച ഇച്ഛകൾ. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരാളിൽ നിന്ന് തെറ്റായ സ്നേഹം ഉണ്ടാകാനുള്ളതായ കാരണം. ഔ മാ തറക്കബ മിൻ ദാലിക, അല്ലെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്തേക്കാം, ഒരുമിച്ച് കൂടിയേക്കാം. വഅആന ബഅദഹു ബഅദ, ഒന്നിനെ സഹായിച്ചേക്കാം. ഫതത്തഫിഖു ശുബ്ഹത്തുൻ യഷ്തബിഹു ബിഹൽ ഹഖ് ബിൽ ബാത്തിലി തുസയ്യിനു ലഹു അംറൽ മഹ്ബൂബ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, ഈ ശുബ്ഹത്ത് യോജിക്കുകയാണ്. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ യഷ്തബിഹു ബിഹൽ ഹഖ് ബിൽ ബാത്തിൽ, ശുബ്ഹത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹക്കും ബാത്തിലും ഒരേപോലെ തോന്നും. അവന് ഇത് തിന്മയാണെന്ന് അറിയാമായിരിക്കും, പക്ഷെ എന്ത് ചെയ്യും, അതിനെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിനെ താരതമ്യപ്പെടുത്തും. തുസയ്യിനു ലഹു അംറൽ മഹ്ബൂബ്, ഈ സ്നേഹിക്കപ്പെടുന്ന ആളുടെ കാര്യത്തെ അലങ്കൃതമാക്കി തോന്നും.
അത് എന്താണ് കുഴപ്പം എന്നൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ചില ശുബഹത്തുകൾ ഉണ്ടാക്കും. ഇത് ഈ ശുബഹത്ത് യോജിക്കും എന്തിനോട്? ശുബഹത്തും വശഹുവത്തും തദ്ഉഹു ഇലാ ഹുസൂലി, അതിനെ കരസ്ഥമാക്കാനുള്ളതായ ഷഹുവത്തും കൂടിയിട്ട് എന്ത് ചെയ്യും, ഒത്തുചേരും. ഫയതസാഅദു ജയ്ഷു ശുബഹത്തി വശഹുവ, അങ്ങനെ ശുബഹത്തിന്റെയും ഷഹുവത്തിന്റെയും ഈ ദുഷിച്ച ഇച്ഛകളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും സൈന്യങ്ങൾ പരസ്പരം അങ്ങോട്ടും എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അല ജയ്ഷിൽ അഖ്ലി വൽ ഈമാൻ, ബുദ്ധിയുടെയും ഈമാനിന്റെയും സൈന്യത്തിന് എതിരിലായിക്കൊണ്ട്. അപ്പോൾ പിന്നെ ഇൽമുണ്ടെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവരിൽ നിന്ന് ഈ അപകടകരമായ സ്നേഹം സംഭവിക്കും. വൽ ഗലബതു ലി അഖ്വാഹുമ, അവിടെ വിജയം ആരാണോ, ഏത് സൈന്യമാണോ ശക്തി പ്രാപിക്കുന്നത് അവർക്ക് എന്ത് ചെയ്യും. അപ്പോൾ ഈമാനും അക്കലും ഒരാൾക്ക് മികച്ചു നിന്നാൽ എന്ത് ചെയ്യും, ഇതിനെ പരാജയപ്പെടുത്താൻ സാധിക്കും. അതല്ല എങ്കിൽ എന്ത് ചെയ്യും, ഈ ശുബഹത്തും ഷഹവാത്തുകളും അവനെ പരാജയപ്പെടുത്തി കളയും. وإذا عرف هذا فتوابع كل نوع من أنواع المحبة له حكم متبوعي. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയേണ്ട ഒരു കാര്യം, ഏതിനം സ്നേഹമാകട്ടെ അതിൻ്റെ തവാബിഅകൾ, അതിൻ്റെ അനന്തരഫലങ്ങൾ അതിന് മത്ബൂഇന്റെ ഹുക്കുമായിരിക്കും. ആരെയാണോ അവൻ എന്ത് ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്, അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്ത് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നേരത്തെ പറഞ്ഞത്, അതിൻ്റെ മാധുര്യം, അഭിരുചി, അതേപോലെ തന്നെ സന്തോഷം, ദുഃഖം, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഹുക്കും അതായിരിക്കും. ഇപ്പോൾ ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു യഥാവിധം, മഹ്മൂദായ സ്നേഹം, അത് മുഖേന ചിലപ്പോൾ അവനക്ക് ദുഃഖങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നല്ല കടുത്ത വേദനകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ ഹുക്കും എന്താണ്? അത് സ്തുത്യർഹമായതായിരിക്കും. അത് മുഖേന അവനക്ക് എന്ത് ചെയ്യും, വലിയ പ്രതിഫലങ്ങൾ കിട്ടും. നേരെ മറിച്ച് ഇവൻ ദുഷിച്ചതായ ഒരു സ്നേഹത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്, അത് മുഖേനയും ചിലപ്പോൾ എന്തുണ്ടാകാം, സന്തോഷമുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. അതിൻ്റെ ഹുക്കും എന്താണ്? അത് അവനെ നാശത്തിലെത്തിക്കുന്നതാണ്. അതുകൊണ്ട് എന്തുണ്ടാവില്ല, ഒരു ഫലവും ഉണ്ടാവില്ല. അപ്പോൾ ഏത് ഇനം സ്നേഹമാകട്ടെ, സ്തുത്യർഹമായതാകട്ടെ ആക്ഷേപാർഹമായതാകട്ടെ, അത് കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങളുടെ വിധി എന്താണ്? ആരെയാണോ സ്നേഹിക്കപ്പെടുന്നത് അതിൻ്റെ മത്ബൂഇന്റെ വിധിയായിരിക്കും ഇതിനുമുണ്ടാവുക. ഫൽ മഹബ്ബത്തു നാഫിഅ അൽ മഹ്മൂദ, അതുകൊണ്ട് പ്രയോജനപ്രദമായ സ്തുത്യർഹമായ സ്നേഹം, അല്ലതീ ഹിയ ഉൻവാനു സആദത്തിൽ അബ്ദ്, അതാണ് ഒരു അടിമയുടെ വിജയത്തിന്റെ തലവാചകം. അതാണ് തവാബിഉഹാ കുല്ലുഹാ നാഫിഅത്തുൻ ലഹു, അതിന്റെ പിന്തുടർച്ചയായി വരുന്ന കാര്യങ്ങൾ മുഴുവനും അവനെന്ത് ചെയ്യും, ഉപകാരമുണ്ടാക്കുന്നതായിരിക്കും. ഫഹുക്മുഹാ ഹുക്മു മത്ബൂഇഹ, അതിന്റെ വിധികൾ അതിനെ പിന്തുടരപ്പെടുന്നതിന്റെ വിധികളായിരിക്കും. ഉദാഹരണം പറഞ്ഞ ഫഇൻ ബക നഫഅഹു, അവൻ കരഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, പ്രയോജനം കിട്ടും. അവൻ യഥാർത്ഥ സ്നേഹിച്ചതിന്റെ പേരിൽ അവന് വിഷമങ്ങൾ ഉണ്ടായി, കരച്ചിലുകൾ ഉണ്ടായി, അതവൻ എന്ത് ചെയ്യും, പ്രയോജനം ചെയ്യും. വൈൻ ഹസിന നഫഅഹു, അവന് ദുഃഖമുണ്ടായി, ആ ദുഃഖവും അവൻ എന്ത് ചെയ്യും, പ്രയോജനം ചെയ്യും. വൈൻ ഫരിഹ നഫഅ, അവന് സന്തോഷമുണ്ടായി, അതും അവന് പ്രയോജനമാണ്. വഇൻ ഖബദ നഫഅ വഇൻ ബസത നഫഅ, അവനക്ക് അവന്റെ വിഭവങ്ങൾ ചുരുക്കപ്പെട്ടു, എന്നാലും അവന് സന്തോഷമാണ്, ഗുണമാണ്. അതല്ലെങ്കിൽ വിശാലമാക്കപ്പെട്ടു, എന്നാലും അവൻ എന്താണ്, ഗുണം ചെയ്യും. ഫഹുവ യതഖല്ലബു ഫീ മനാസിലിൽ മഹബ്ബത്തി വഅഹ്കാമിഹാ ഫീ മസീദിൻ വരിബ്ഹിൻ വഖുവ, അങ്ങനെ സ്നേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ അവൻ എന്ത് ചെയ്യും, അതിൻ്റെ അനന്തരഫലങ്ങളിലും വർധനവിലും ലാഭത്തിലും സന്തോഷത്തിലേക്ക് അവൻ എന്ത് ചെയ്യും, ഇങ്ങനെ കഴിയും. മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ, അവന്റെ അവസ്ഥ എപ്പോഴും എന്താണ്, ഗുണകരമാണ്. പ്രയാസങ്ങൾ ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യും, ക്ഷമിക്കും, അതവന് ഗുണമാണ്. അവന് സന്തോഷം ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യും, നന്ദി പറയും, അതവന് ഗുണമാണ്. അപ്പോൾ ഇവന്റെ ഈ സ്നേഹത്തിന്റെ കാരണമായി എന്തെല്ലാം തവാബിഅകൾ, അനന്തരഫലങ്ങൾ ഉണ്ടാകുന്നുവോ ഇതെല്ലാം അവൻ എന്ത് ചെയ്യും, ഗുണം ചെയ്യും. എന്നാൽ വൽ മഹബ്ബത്തുൽ ളാറത്തുൽ മദ്മൂമ, ഉപദ്രവകരമായ ആക്ഷേപാർഹമായ സ്നേഹം, തവാബിഉഹാ വആസാറുഹാ കുല്ലുഹാ ളാറത്തുൽ ലിസാഹിബിഹാ, അതിൻ്റെ അനന്തരഫലങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ, പ്രതിഫലനങ്ങൾ, അത് മുഴുവനും അതിൻ്റെ സ്വാഹിബിന് ഉപദ്രവകരമായിരിക്കും. മുബഇദത്തുൻ ലഹു മിൻ റബ്ബി, അതവൻ എന്ത് ചെയ്യും, അവന്റെ റബ്ബിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. ഇങ്ങനെ സ്നേഹത്തിൽ അകപ്പെട്ടു പോയ ഏതാളുകളെ പരിശോധിച്ചാലും അറിയാൻ സാധിക്കും, അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യും, പതിയെ പതിയെ കുറയും. അത് കുറഞ്ഞു അവൻ അള്ളാഹുവിൽ നിന്ന് എന്ത് ചെയ്യും, അകറ്റിക്കളയും. കൈഫമാ തഖല്ലബ ഫീ ആസാരിഹാ വനസല ഫീ മനാസിലിഹാ
ഫഹുവ ഫീ ഖസാറത്തിൻ വബുഅദിൻ. ഇങ്ങനെയുള്ള സ്നേഹത്തിൽ അവൻ എന്ത് ചെയ്യുമ്പോൾ അതിൽ അകപ്പെടുകയും അതിൻ്റെ അടയാളങ്ങളും തവാബികളും അവൻ ചെന്ന് എത്തുമ്പോൾ എന്ത് ചെയ്യും? അവൻ നഷ്ടത്തിലും അള്ളാഹുവിൽ നിന്നുള്ള വിദൂരതയിലുമായി കൊണ്ടേയിരിക്കും. എത്രത്തോളം അവൻ അതിൽ പെട്ടുപോകുന്നുവോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അവൻ നഷ്ടത്തിലും അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ അകൽച്ചയിലും പെടുന്നതാണ്. വഹാദാ ശഅ്നു കുല്ലി ഫിഅലിൻ തവല്ലദ അൻ ത്വാഅത്തിൻ വമഅസിയ ഫകുല്ലു മാ തവല്ലദ മിന ത്വാഅത്തി ഫഹുവ സിയാദത്തുൻ ലിസാഹിബിഹാ വഖുർബ. ഇത് എന്താണ്? വഹാദാ ശഅ്നു കുല്ലി ഫിഅലിൻ, ഏതൊരു പ്രവൃത്തിയുടെയും കാര്യം ഇതാണ്. തവല്ലദ അൻ ത്വാഅത്തിൻ വമഅസിയ, ആ പ്രവൃത്തി അനുസരണത്താൽ ഉണ്ടാകുന്നതാകട്ടെ അല്ലെങ്കിൽ അനുസരണക്കേടിനാൽ ഉണ്ടാകുന്നതാകട്ടെ, അതിൻ്റെ എല്ലാം വിധികൾ ഇങ്ങനെയാണ്. ഒന്നുകിൽ എന്ത് ചെയ്യും? അത് അവനെ ഗുണത്തിലെത്തിക്കും, അതല്ലെങ്കിൽ നാശത്തിലെത്തിക്കുന്നതാണ്. ഫകുല്ലു മാ തവല്ലദ മിന ത്വാഅ, ഒരാൾ അനുസരണം ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ കാരണമായി ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഫഹുവ സിയാദത്തുൻ ലിസ്വാഹിബിഹാ വഖുർബ, അത് മുഖേന അവൻ എന്തെല്ലാം സംഭവിച്ചാലും അതവനക്ക് എന്താണ്? വർധനവും അതേപോലെ തന്നെ അള്ളാഹുമായിട്ടുള്ള അടുപ്പവും എന്ത് ചെയ്യും? ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. വകുല്ലു മാ തവല്ലദ അനിൽ മഅസിയതി, പാപം ചെയ്ത കാരണത്താൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ അതെല്ലാം ഫഹുവ ഖുസ്റാനുൻ ലിസാഹിബിഹി വബുഅദുൻ, അത് ആ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നതാണ്? നഷ്ടവും അള്ളാഹുവിൽ നിന്നുള്ള വിദൂരതയുമാണ് അവനെ സമ്മാനിക്കുക. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله. ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആയത്താണ്. അവർക്ക് ദാഹം അല്ലെങ്കിൽ ക്ഷീണം, പ്രയാസങ്ങൾ, ഇതൊന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നേരിട്ടിട്ടില്ല. വലാ യത്ഊന മൗതിഅൻ യഗീദുൽ കുഫാർ, കുഫാറുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു ചുവടുവെപ്പും അവർ നടത്തിയിട്ടില്ല. വലാ യനാലൂന മിൻ അദുവിൻ നൈലൻ ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സ്വാലിഹുൻ, അതേപോലെ തന്നെ ശത്രുക്കൾക്ക് ഏതെങ്കിലും പ്രയാസങ്ങളൊന്നും ഏൽപ്പിച്ചിട്ടുമില്ല, എന്ത് ചെയ്തിട്ടില്ലാതെ, അത് മുഖേന അവർക്ക് ഒരു അമലുൻ സ്വാലിഹ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യൂല? മുഹ്സിനീങ്ങളുടെ അജ്റിനെ പഴക്കൂല. ഇവിടെ മുഅ്മിനീങ്ങൾ ചെയ്ത ജിഹാദിൻ്റെ കാര്യമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഇവർ ജിഹാദിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ ദാഹങ്ങൾ, അവർക്കുണ്ടാകുന്ന വിശപ്പ്, അവർക്കുണ്ടാകുന്ന ക്ഷീണം, ഇതിന് എന്ത് ചെയ്യുന്നതാണ്? അതിന് സ്വാലിഹായ അമലായിട്ട് രേഖപ്പെടുത്തപ്പെടും. അവർ ചെയ്ത അമലിനെയല്ല, പിന്നെയോ അവർ ചെയ്യുന്ന അമലിന് മുഖേന ഉണ്ടാകുന്ന അതിൻ്റെ അനന്തരഫലങ്ങളാണെന്ത്? വിശപ്പും ദാഹവും ക്ഷീണവുമെല്ലാം. അത് തന്നെ എന്ത് ചെയ്യും? അമലും സ്വാലിഹായിട്ട് രേഖപ്പെടുത്തപ്പെടും. മാത്രമല്ല, വലാ യുൻഫിഖൂന നഫഖത്തൻ സഗീറത്തൻ വലാ കബീറ, ഇത് അമലിനെ കുറിച്ചാണ് പറയുന്നത്. അവർ ചെറുതോ വലുതോ ആയ ഒരു ചെലവും ചെലവഴിക്കുന്നില്ല. വലാ യഖ്തഊന വാദിയൻ, ഒരു വാദിയും മുറിച്ചു കടന്നു പോകുന്നില്ല, ഒരു താഴ്വരകളും. ഇല്ലാ കുതിബ ലഹും, അവർക്ക് അതെന്ത് ചെയ്തിട്ടില്ലാതെ, രേഖപ്പെടുത്തിയിട്ടില്ലാതെ. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ നിലയിൽ അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ, രണ്ടായത്തിൽ അള്ളാഹു പറയുന്നത് എന്താ? ഫഅഖ്ബറ സുബ്ഹാനഹു ഫിൽ ആയത്തിൽ ഉല, ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അന്നൽ മുതവല്ലിദ അൻ ത്വാഅതിഹിം വഅഫ്ആലിഹിം യുക്തബു ബിഹി അമലുൻ സ്വാലിഹ്, അവർ ചെയ്തിരിക്കുന്ന അനുസരണത്തിൻ്റെയും പ്രവർത്തികളുടെയും അനന്തരഫലമായി ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ക്ഷീണവും ദാഹവും പ്രയാസങ്ങളൊക്കെ, അതിനെന്ത് ചെയ്യും? അമലുൻ സ്വാലിഹായിട്ട് എഴുതപ്പെടും. രണ്ടാമത്തെ ആയത്തിൽ വഅഖ്ബറ ഫിത്താനി, രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് അന്ന അഅമാലഹുമുസ് സ്വാലിഹ അല്ലതി ബാശറുഹ തുക്തബ ലഹും അൻഫുസുഹ, അവർ ചെയ്തിരിക്കുന്ന അമലുകളുണ്ടല്ലോ അതിനെ തന്നെ എന്താവും? സ്വാലിഹായ അമലുകളായിട്ട് പറയും. അതപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? വൽ ഫർഖു ബൈനഹുമാ അന്നൽ അവ്വല ലൈസ മിൻ ഫിഅലിഹിം, ഒന്നാമത്തേത് അവരുടെ പ്രവൃത്തിയല്ല. ദാഹം ഉണ്ടാവുക എന്നുള്ളതൊരു പ്രവൃത്തിയാണോ? അല്ല, അത് അവർ അതിനുവേണ്ടി പുറപ്പെട്ടപ്പോൾ ഉണ്ടായൊരു അനന്തരഫലമാണ്. ഒരാളൊരു കാര്യം ചെയ്താൽ ഒരു ദുഃഖം ഉണ്ടാവും, ചിലപ്പോൾ ആ ദുഃഖത്തിനൊന്നുണ്ടാവും. നല്ല കാര്യത്തിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായ ദുഃഖമാണെങ്കിൽ എന്ത് ചെയ്യും?
അതിന് പ്രതിഫലം നൽകപ്പെടും. അപ്പോൾ ഇവിടെ ആ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടിരിക്കുന്ന തവാബികളാണിത്, അതിൻ്റെ അനന്തരഫലങ്ങളാണ്. ആ അനന്തരഫലങ്ങൾക്ക് എന്ത് ചെയ്യപ്പെട്ടു? പ്രതിഫലം അള്ളാഹു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നമാ തവല്ലദ അൻഹു ഫകുതിബ ലഹും ബിഹി അമലുൻ സാലിഹ്, അത് മുഖേന ഉണ്ടായിരിക്കുന്ന എന്താണ്, അതിൻ്റെ ഉപോൽപ്പന്നമാണ് ഈ പറഞ്ഞ കാര്യം. അതൊരു അമലു സാലിഹായിട്ട് അള്ളാഹു രേഖപ്പെടുത്തി. വസാനി നഫ്സു അമാലിഹിം ഫകുതിബ ലഹും, രണ്ടാമത്തേത് അവർ ചെയ്ത അമലുകളാണ്, അതും എന്ത് ചെയ്തു? അവർക്ക് രേഖപ്പെടുത്തി. അപ്പോൾ ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നു, ഇതിനു വേണ്ടിയിട്ട് ഒരാൾ സഹിക്കുന്ന ഏതൊരു കാര്യവും, അതിനുവേണ്ടി ചിലപ്പോൾ ആളുകൾ ഒറ്റപ്പെടുത്തേക്കാം, കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, നാട്ടുകാരവനെ ഒറ്റപ്പെടുത്തിയേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇതെല്ലാം തന്നെ എന്താണ്? ഇത് മുഖേന അവനക്ക് വലിയ പ്രതിഫലം കിട്ടും. അത് മുഖേന അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ഗുണകരമാണ്. അതിനു വേണ്ടി അനുഭവിക്കുന്ന സന്തോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? ഗുണകരമാണ്. എന്നാൽ നേരെ മറിച്ച് എന്താണ്, ഒരു ദുഷിച്ച സ്നേഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതവൻ എന്ത് ചെയ്യും? നാശത്തിലാക്കുന്നതുമാണ്. ഫൽയതഅമ്മൽ ഖതീലുൽ മഹബ്ബ ഹാദൽ ഫസ്ല ഹഖ്ഖ തഅമ്മുൽ ലിയഅലമ മാ ലഹു വ മാ അലി. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ പിടുത്തത്തിൽ പെട്ടുപോയിരിക്കുന്ന ആളുകൾ നന്നായിട്ട് ചിന്തിക്കട്ടെ ഈ അധ്യായം. അതിൻ്റെ രക്തസാക്ഷികൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാൻ സാധിക്കും. ഇത് നമ്മുടെ മുന്നിൽ ധാരാളം തെളിവുകളുണ്ടാകും. ഇതുപോലുള്ള സ്നേഹത്തിൽ പെട്ടുപോയിരിക്കുന്ന ആളുകളുടെ അവസ്ഥ, അവരെന്ത് ചെയ്യും? ഈ പറയുന്ന അനന്തരഫലങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. കരച്ചിലും പിടിച്ചിലും അതേപോലെ തന്നെ ആത്മഹത്യയിലേക്കും പരസ്പരം വിദ്വേഷത്തിലേക്കും പല പല അനന്തരഫലങ്ങളുണ്ട്. തെറ്റായത് നല്ലതിനുമുണ്ട്. ഇത് ഏതാണോ ഒരാൾ പിന്തുടരുന്നത്, നല്ല സ്നേഹമാണോ എങ്കിൽ അത് മുഖേന ഉണ്ടാകുന്ന ഇതിനെല്ലാം അവർക്ക് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. തെറ്റായ സ്നേഹത്തിനാണ് ഒരാൾ പോയത്, അത് മുഖേന ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾക്ക് അതിൻ്റെ എന്തായിരിക്കും? അവന് അനുകൂലമായതും പ്രതികൂലവുമായ ഈ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ചിന്തിക്കേണ്ടതുണ്ട്. ഒരാളുടെ മനസ്സിൽ എന്തിനോടാണ് സ്നേഹം എന്നുള്ള അവനെന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട്. സയഅലമു യൗമൽ അർളി അയ്യ ബിദാഅത്തിൻ അല്ലാഹ വഇൻദൽ വസ്നി മാ കാന ഹസ്സല. ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യപ്പെടും? രേഖകൾ തൂക്കി നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവന് ബോധ്യപ്പെടും കാര്യങ്ങൾ. എന്താണ് അവനക്ക് ലഭിച്ചത്, എന്താണ് പാഴായിപ്പോയത് എന്നതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യും? ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയം എന്ത് ചെയ്യണം? സ്നേഹം എല്ലാവർക്കും ഉണ്ടാവും. ഈ സ്നേഹം സ്തുത്യർഹമായതാണോ, പ്രയോജനം കൊണ്ടുവരുന്നതാണോ, അതല്ല ഉപദ്രവകരമായതാണോ എന്നെന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല രീതിയിൽ ഓരോ ആളുകളും ശ്രദ്ധിക്കട്ടെ എന്നുള്ളതാണ്. വകമാ അന്നൽ മഹബ്ബത വൽ ഇറാദത അസ്ലു കുല്ലി ഫിഅലിൻ കമാ തഖദ്ദം. നമ്മൾ മുമ്പ് ഒരു അധ്യായത്തിൽ പറഞ്ഞിരുന്നു, ഏതൊരു പ്രവൃത്തിയുടെയും ചലനത്തിന്റെയും അടിസ്ഥാനം എന്താണ്? ഉദ്ദേശത്തിന്റെയും അടിസ്ഥാനം എന്താണ്? സ്നേഹമാണ് എന്ന് പറഞ്ഞതുപോലെ ഫഹിയ അസ്ലു കുല്ലി ദീനിൻ, എല്ലാ ദീനിന്റെയും അടിസ്ഥാനവും എന്ത് തന്നെയാണ്? സ്നേഹമാണ്. അത് സവാഉൻ കാന ഹഖ്ഖൻ ഔ ബാത്തിലൻ, ശരിയായ ദീനാകട്ടെ തെറ്റായ ദീനാകട്ടെ, എല്ലാ ദീനുകളുടെയും അടിസ്ഥാനവും എന്ത് തന്നെയാണ്? സ്നേഹം തന്നെയാണ്. ഇപ്പോൾ ഒരാൾ ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, അതിനോട് ചിലപ്പം അവൻ്റെ സ്നേഹമാണ് എന്ത് ചെയ്യണത്? അതിൽ കൊണ്ടെത്തിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യുവലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരും ഫിത്രത്തിലാണ്, ശുദ്ധപ്രകൃതിയിലാണ്, ഇസ്ലാമിലാണ് ജനിച്ചു വീഴുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്റാനിഹി, അവൻ്റെ മാതാപിതാക്കളാണ് അവൻ എന്ത് ചെയ്യുന്നത്? ചിലപ്പോൾ ബഹുദൈവ വിശ്വാസിയായിട്ട് എന്ത് ചെയ്യും? അവനെ അതിനോട് സ്നേഹം കൊടുത്ത് വളർത്തുകയാണ്. അപ്പോൾ ഈ സ്നേഹമാണ് എന്ത് ചെയ്യുക? ഓരോ ആളുകളെയും ഓരോ മതത്തിലും എന്ത് ചെയ്യുന്നത്? അതിൻ്റെ വക്താവാക്കി തീർക്കുന്ന സ്നേഹമാണ്. സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം. ഏത് ദീനാണെങ്കിലും, അത് ബാത്തുലായതാണെങ്കിലും ഹക്കായതാണെങ്കിലും. ഫഇന്ന ദീന ഹുവ മിനൽ അഅമാലിൽ ബാത്തിനത്തി വൽദാഹിറ. ദീൻ എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ ആന്തരികവും ബാഹ്യവുമായ ചില പ്രവർത്തികളാണ്. വൽ മഹബ്ബത്തു വൽ ഇറാദത്തു അസ്ലു ദാലിക കുല്ലി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഏതൊരു ആന്തരികവും ബാഹ്യവുമായ പ്രവൃത്തിയുടെയും അസ്ലെന്താണ്? അത് മഹബ്ബത്താണ്, സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ മതം ഏതുമാകട്ടെ അതിൻ്റെ അടിസ്ഥാനവും എന്ത് തന്നെയാണ്? ഈ പറയുന്ന സ്നേഹം തന്നെയാണ്. അപ്പൊ സ്നേഹം ശരിയാക്കുക എന്നുള്ളതാണ് എന്ത്? ശരിയായ വഴിയിൽ പോകാനുള്ള കാര്യം. എന്നിട്ട് ഇമാം അവറുകൾ പറയാണ്, വദ്ദീനു ഹുവ ത്വാഅ വൽ ആദ വൽ ഖുലുഖ്. ദീൻ എന്ന് പറഞ്ഞാൽ അനുസരണമാണ്, ആദത്താണ്, പതിവായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, അതുപോലെ സ്വഭാവമാണ്. ഇതാണ് ദീൻ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ദീൻ അള്ളാഹുവിൻ്റെ അടുക്കൽ
സ്വീകാര്യമായത് ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള അനുസരണമാണ്, ത്വാഅത്താണ്. അതുപോലെ തന്നെ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാമല്ലാത്ത ഒരു അനുസരണത്തെ, ഒരു നിയമത്തെ പിന്തുടരാൻ ആരെങ്കിലും തേടിപ്പോയി കഴിഞ്ഞാൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ ത്വാഅത്താണ്, അനുസരണമാണ്. അത് ആദത്തും ഹുലുക്കുമായി മാറും. ഒരാൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നിരന്തരം അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുകയാണ്, എന്നാൽ അത് അവൻ്റെ ആദത്താകും, അവൻ്റെ ദൈനംദിന നടപടിയായി അത് മാറും, അവൻ്റെ സ്വഭാവം അതായി മാറും. അതുകൊണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ അനുസരണവും ആദത്തും അതേപോലെ തന്നെ സ്വഭാവവുമാണ്. ഫഹുവ ത്വാഅത്തുൽ ലാസിമത്തുദ് ദായിമത്തുല്ലത്തി സാറത് ഖുലുഖൻ വആദ. അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ ഒരാൾ നിരന്തരം മുറുകെ പിടിക്കുന്ന അനുസരണങ്ങളാണ്. നിരന്തരം ഒരാൾ മുറുകെ പിടിക്കുന്ന അനുസരണങ്ങൾ സ്വാഭാവികമായിട്ടും എന്തായിത്തീരും? അത് അവൻ്റെ സ്വഭാവമായി മാറും, അവൻ്റെ ജീവിതക്രമമായിട്ട് അത് മാറും. വലിഹാദ, അതുകൊണ്ടാണ് ഫസ്സറൽ ഖുലുഖു ബിദ്ദീനി ഫി ഖൗലിഹി തആല, അല്ലാഹു ഖുലുഖിനെ, സ്വഭാവത്തെ ദീൻ എന്ന് ചെയ്തിട്ടുണ്ട്, ദീനിന് സ്വഭാവം എന്ന് ചെയ്തിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവം തന്നെയാണ്, ഖുലുഖാണ് എന്ന് പരിചയപ്പെടുത്തിയത് കാണാം. കാരണം അല്ലാഹു തആല പറഞ്ഞു വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ താങ്കൾ അത്യുന്നതമായ മഹത്തായ ഖുലുഖിന്റെ മേലാണ്. ഖുലുഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. അവിടെ ഖുലുഖിന്റെ മേലാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം അഹ്മദ് റഹിമഹുല്ല ഇബ്നു ഉയൈന റഹിമഹുല്ലയിൽ നിന്ന്, അവിടുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. അതായത് ലഅലാ ദീനിൻ അദീം, മഹത്തായ ദീനിന്റെ മേലാണ്. അപ്പൊ ദീൻ എന്നുള്ളതിനെ അള്ളാഹു ഇവിടെ എന്തായിട്ടാണ് പറഞ്ഞത്? ഖുലുഖായിട്ടാണ്, സ്വഭാവമായിട്ടാണ് പറഞ്ഞത്. വസുഇലത്ത് ആയിഷത്തു അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഫഖാലത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ ഖുലുഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കൽപ്പനകളുണ്ട്, കുറേ നിരോധനങ്ങളുണ്ട്. അതിനെല്ലാം എന്ത് ചെയ്യുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ നിലയിൽ, സമ്പൂർണമായ നിലയിൽ എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നു, ത്വാഅത്ത് ചെയ്യുന്നു. ആ ത്വാഅത്താണ് എന്ത്? ദീൻ എന്ന് പറഞ്ഞാൽ അതാണ് ഒരാളുടെ ഖുലുഖായി മാറുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനാണ് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. വദ്ദീനു ഫീഹി മഅനൽ ഇദ്ലാൽ വൽ ഖഹർ, ദീനിന്റെ അർത്ഥം വിശദീകരിക്കാം. വദ്ദീനു, ദീൻ എന്നുള്ളത് ഫീഹി, അതിലുണ്ട് മഅനൽ ഇദ്ലാൽ വൽ ഖഹർ. അതിൽ ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? മുകളിൽ നിന്ന് താഴേക്കുള്ള എന്താണ്? അടിച്ചേൽപ്പിക്കലും അതേപോലെ തന്നെ നിസ്സാരപ്പെടുത്തലും എന്നുള്ളൊരു അർത്ഥം അതിലുണ്ട്. അതേപോലെ തന്നെ വഫീഹി മഅന ദുല്ലി വൽ ഖുദൂഇ വത്വാഅ, താഴെ നിന്നും മേലേക്കുള്ളതായ വിനയം പ്രകടനവും അതേപോലെ തന്നെ അനുസരണവും എന്താണ്? ഒരു താഴ്മ കാണിക്കലും ഇതിലും എന്തുണ്ട്? ദീനിന്റെ ഈ രണ്ടർത്ഥവുമുണ്ട്. മേലെ നിന്ന് താഴേക്ക് ഒരാൾ എന്ത് ചെയ്യുക? ഒരു കാര്യം അടിച്ചേൽപ്പിക്കുക എന്നുള്ള ആ ഭാഷയിൽ എന്ത് ചെയ്യും? ദീനിന് ആ അർത്ഥം വരുന്ന പ്രയോഗങ്ങളുണ്ട്. അതേപോലെ തന്നെ താഴെയുള്ള ഒരാൾ മേലെയുള്ള ഒരാൾ അനുസരിക്കുക, അവനോട് കീഴ്പ്പെടുക, വിനയം കാണിക്കുക, ആ അർത്ഥവും എന്തിനുണ്ട്? ദീനിനുണ്ട്. അതിന് ചില ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഫലിദാലിക യകൂനു മിനൽ അഅല ഇലൽ അസ്ഫൽ, അതുകൊണ്ട് തന്നെ ഈ ദീൻ എന്നുള്ള മുകളിൽ നിന്ന് താഴേക്ക് ഉള്ള ഒരു പ്രവർത്തിക്ക് എന്ത് ചെയ്യും? അതായത് ഉന്നത സ്ഥാനമുള്ള ആള് താഴെ സ്ഥാനമുള്ള ആളോട് കാണിക്കുന്ന പ്രവർത്തിക്ക് ദീൻ എന്ന് പറയലുണ്ട് ഭാഷയിൽ. അതേപോലെ കമാ യുഖാൽ ദിൻ തുഹു ഫദാന ഐ ഖഹർ തുഹു ഫദല്ല എന്ന് ഭാഷയിൽ പറയും. ഞാൻ അവനെന്ത് ചെയ്തു? അവനെ ശാസിച്ചു, അവനെ അടിച്ചിരുത്തി, അങ്ങനെ അവനെന്ത് ചെയ്തു? നിന്ദിനായി മാറി എന്നൊരു പ്രയോഗമുണ്ട്. അത് ദീൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതിന് ഒരു കവി പറഞ്ഞത് കാണാം, ഹുവദാന റിബാബ ഇദ് കരിഹു അദ്ദീന ഫഅദ്ഹു ബിഇസ്സത്തിൻ വസിയാലിൻ, അതായത് അവർ സമൂഹത്തിന്റെ നടപടിക്രമങ്ങളെ എതിർത്തപ്പോൾ എന്ത് ചെയ്തു? അവരെ കീഴ്പ്പെടുത്തി എന്നുള്ള അർത്ഥത്തിന് ഈ ദീൻ എന്നുള്ള പദം എന്ത് ഉപയോഗിക്കലുണ്ട്. വയക്കൂനു മിനൽ അദ്ന ഇലൽ ആല, അതേപോലെ തന്നെ താഴെ സ്ഥാനമുള്ളയാൾ മുകളിൽ ഉള്ള സ്ഥാനമുള്ള ആൾക്ക് കൊടുക്കുന്ന ചില മര്യാദകൾക്ക് എന്ത് പറയും? ദീൻ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ത്വാഅത്ത് പോലെ. കമാ യുഖാൽ ദിൻ തുല്ലാ, ഞാൻ എന്ത് ചെയ്തു? അള്ളാഹുവിനെ അനുസരിച്ചു. വദിൻ തുലില്ല, അള്ളാഹുവിന് വേണ്ടി ഞാൻ അനുസരണം കാണിച്ചു. വഫുലാനുൻ ലാ യദീനുല്ലാഹ ദീന, ഇന്നയാള് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവനല്ല. വലാ യദീനുല്ലാഹ ബിദീനിൻ, എന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിന്റെ ദീനിനെ അവൻ മുറുകെ പിടിക്കുന്നില്ല. ഫദാൻ അല്ലാഹ് എന്നൊക്കെ എന്ത് ചെയ്യും? പ്രയോഗമുണ്ട്. അതിന്റെ അർത്ഥം അത്വാ അല്ലാഹ വ അഹബ്ബഹു വഖാഫഹു,
അള്ളാഹുവിനെ അനുസരിക്കുക, സ്നേഹിക്കുക, പേടിക്കുക എന്നൊക്കെയാണ് എന്ത് താഴെ നിന്ന് മുകളിലേക്കുള്ള പ്രയോഗം എന്നുള്ള അർത്ഥത്തിൽ വരിക. വദാനല്ല എന്നൊക്കെ തഖശഅലഹു വഖളഅ വദല്ല വൻഖാദ, അള്ളാഹുവിന് വേണ്ടി ഭയഭക്തി കാണിക്കുക, അവന് വിനയം കാണിക്കുക, അവന്റെ മുന്നിൽ എന്ത് ചെയ്യുക, ചെറുതാവുക, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക. അതിന്റെ ഈ രണ്ടർത്ഥവും എന്തുണ്ട് ദീനിന് ഉണ്ട്. വദ്ദീനുൽ ബാത്തിനു, ലാഹിറായ ബാഹ്യമായ ദീനുണ്ട്, ആന്തരികമായ ദീനുണ്ട്. ബാത്തിനായ ആന്തരികമായ ദീൻ ലാ ബുദ്ദ ഫീഹി മിനൽ ഹുബ്ബി വൽ ഖുദു, അതിന് അനിവാര്യമായിട്ടും എന്ത് വേണം, സ്നേഹവും അതേപോലെ തന്നെ വിനയവും അനിവാര്യമാണ്. കൽ ഇബാദത്തി സവാൻ, ഇതുപോലെ ഇബാദത്തുകൾ പോലെ ഒരു കാര്യം ഇബാദത്തായി മാറുന്നപ്പോഴാണ്, നമ്മൾ നേരത്തെ പല പ്രാവശ്യം കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിൽ നല്ല വിനയവും അതേപോലെ തന്നെ സ്നേഹവും ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകുന്ന പ്രവൃത്തി മാത്രമാണ് എന്താവുക, ഇബാദത്തായി മാറുക. ബിഖിലാഫിദ്ദീനി ളാഹിർ, ബാഹ്യമായ ദീനിന് വിരുദ്ധമായിട്ട് അതിൽ ചിലപ്പോൾ എന്തുണ്ടാവണമെന്നില്ല, സ്നേഹവും വിനയവും ഒന്നും ഉണ്ടാവണമല്ലോ. മുനാഫിഖീങ്ങളുടെ ദീൻ പോലെ അവർ ബാഹ്യമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, മുഅ്മിനീങ്ങളുടെ കൂടെ നമസ്കരിക്കും, പല പല ജിഹാദിൽ ഏർപ്പെടും, പലതും ചെയ്യും, പക്ഷെ അതിനെന്തുണ്ടാവില്ല, ഈ ഹുബ്ബും ഹുദു ഒന്നും ഉണ്ടാവുകയില്ല. ഫഇന്നഹു ലാ യൽസിമു അൽ ഹുബ്ബ, അത് സ്നേഹത്തെ നിർബന്ധമാക്കുന്നില്ല. വഇൻ കാന ഫീഹി ഇൻഖിയാദുൻ വദുല്ലും ഫില്ലാഹിർ, പക്ഷെ പ്രകടമായിട്ട് ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അനുസരണവും വിനയമൊക്കെ കാണിക്കും, പക്ഷെ ഉള്ളിൽ എന്തുണ്ടാവില്ല, ഈ പറയുന്ന സ്നേഹം ഉണ്ടാവില്ല. അപ്പോൾ ബാഹ്യമായ ദീനാണ് അതിൻ്റെ അടിസ്ഥാനം. ബാഹ്യമായതല്ല ആന്തരികമായത്. ആന്തരികമായ ദീനിൽ അനിവാര്യമായിട്ട് ഒന്നുണ്ടാകണം, സ്നേഹമുണ്ടാകണം. സ്നേഹമാണ് ദീനിന്റെ അടിസ്ഥാനം എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ദീൻ ശരിയാകണമെങ്കിൽ, ശരിയായ ദീനാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്തുണ്ടാകണം, സ്നേഹം ശരിയായ വിധം ഉണ്ടാകണം. വസമ്മല്ലാഹു സുബ്ഹാനഹു യൗമൽ ഖിയാമത്തി യൗമദ്ദീൻ, ഖിയാമത്ത് നാളിന് അള്ളാഹു പേരിട്ട ഒരു പേരെന്താണ്, യൗമുദ്ദീൻ എന്നാണ്. മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീൻ എന്നാണ്. ലിഅന്നഹുൽ യൗമുല്ലദീ യദീനു ഫീഹി الناസു ഫീഹി ബിഅമാലിഹിം, ഇവിടെ ഈ ദീൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ചെയ്യുന്നു, അടിമകൾക്ക് അവരുടെ അമലുകൾക്കനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിൽ ജസാ നൽകപ്പെടുന്നു, പ്രതിഫലം നൽകപ്പെടുന്നു എന്നുള്ളതാണ്. ഇൻ ഖൈറൻ ഫഖൈറുൻ, നന്മയാണ് ചെയ്തതെങ്കിൽ നന്മയാണ് നൽകപ്പെടുക. വ ഇൻ ഷർറൻ ഫഷറുൻ, തിന്മയാണെങ്കിൽ ഷർറും നൽകപ്പെടും, തിന്മയും നൽകപ്പെടും. വദാലിക യതദമ്മനു ജസാഅഹും വഹിസാബഹും, അപ്പോൾ യൗമുദ്ദീൻ എന്നുള്ള ആ ദീൻ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്, അവരുടെ പ്രതിഫലവും ഉൾപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ വിചാരണയും ഉൾപ്പെടുന്നുണ്ട്. ഫലിദാലിക ഫസ്സറൂഹു ബിയൗമിൽ ജസാഇ വയൗമിൽ ഹിസാബ്, അതുകൊണ്ട് യൗമുദ്ദീനിനെ ഉലമാക്കൾ വ്യാഖ്യാനിച്ചത് എന്താണ്, അത് പ്രതിഫല ദിനമാണ്, അല്ലെങ്കിൽ വിചാരണയുടെ ദിനമാണ്. വഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ, നിങ്ങൾ എന്താണ് ദീൻ മുറുകെ പിടിക്കുന്നവരല്ല എങ്കിൽ. അപ്പൊ ദീൻ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടർത്ഥം പറഞ്ഞു. ഒന്നെന്താണ് താഴെ നിന്ന് മുകളിലേക്കുള്ള അനുസരണം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള അധികാരം ചെലുത്തൽ. അങ്ങനെ നിങ്ങൾ മദീനീങ്ങളല്ല എങ്കിൽ, മദീനീങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്താണ് അർത്ഥം, നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നവരല്ല, ഒരു മേൽനോട്ടം ഉള്ള ആൾക്കാരല്ല നിങ്ങളെങ്കിൽ, അതായത് ഒരു ദീനിയായ ശാസനകൾക്കൊന്നും നിങ്ങൾ വിധേയപ്പെട്ടവരല്ല എങ്കിൽ, തർജിഊനഹ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ ആ റൂഹിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോവുക. ഇത് അള്ളാഹുവിൻ്റെ ഒരു വെല്ലുവിളിയാണ്. ആർക്കെതിരെ? ബഅസിൽ വിശ്വസിക്കാത്ത, ആഖിറത്തിൽ വിശ്വസിക്കാത്ത ആളുകളോട് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ രോഗം ബാധിച്ച് കിടക്കുന്ന, രോഗിയായി മരണമാസന്നമായി കിടക്കുന്ന ആളുകളുടെ ചുറ്റും ഇങ്ങനെ വട്ടം കൂടി നിൽക്കൂലേ, മരണാസന്നനായ ആളുകളുടെ ചുറ്റും നിങ്ങൾ നിൽക്കലുണ്ടല്ലോ. അപ്പോൾ അവരിലേക്ക് നിങ്ങളെക്കാളും അടുത്തവൻ ആരാണ്? ഞാനാണ്. നിങ്ങൾ ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അവൻ്റെ ഇടപാടുകളെ സംബന്ധിച്ചും അവൻ്റെ ആധിപത്യത്തെ സംബന്ധിച്ചും ബോധമില്ലാത്തവരാണെങ്കിൽ, അള്ളാഹു ഇനി വീണ്ടും ഇതിനെ ജീവിപ്പിക്കുമെന്നുള്ള ബോധം നിങ്ങളില്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ സ്വതന്ത്രരാണ് എങ്കിൽ, സ്വതന്ത്ര ചിന്തകരാണ് എങ്കിൽ എന്ത് ചെയ്തോ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നഷ്ടപ്പെട്ടു പോകുന്ന റൂഹിനെ നിങ്ങളൊന്ന് തിരിച്ചു കൊടുക്കുക, ഒന്ന് കാണട്ടെ. നിങ്ങൾ ആരുടെയും അധികാരത്തിന് കീഴിലല്ലാത്തവരാണെങ്കിൽ, അതാണ് ഗൈറ മദീനീൻ എന്ന് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ റൂഹിനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഐ ഹല്ലാ തറുദ്ദൂന റൂഹ്, അതായത് നിങ്ങൾക്ക് ആ റൂഹ് ഒന്ന് തിരിച്ചു കൊടുത്തുകൂടെ, ഇലാ മക്കാനിഹ, അതിന്റെ യഥാസ്ഥാനത്തേക്ക്. ഇൻ കുന്തും ഗൈറ മർബൂബീന മഖ്ഹൂരീന വലാ മജ്സിയീൻ, നിങ്ങൾ ഒരു റബ്ബിന്റെ കീഴിലല്ലാത്തവരാണ് എന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നതെങ്കിൽ, നിങ്ങൾ ആരുടെയും അധീനതയിലല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, നിങ്ങൾ മരണപ്പെട്ട് വീണ്ടും ജസാവും ഹിസാബും എല്ലാം നേരിടേണ്ടവരല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക,
ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് റൂഹൊന്ന് തിരിച്ചു കൊടുക്ക്. അള്ളാഹു റൂഹ് പിടിക്കാൻ പോവാണ്, അത് നിങ്ങൾ തിരിച്ചു കൊടുക്ക്. വഹാദിഹിൽ ആയത്തു തഹ്താജു ഇലാ തഫ്സീരിൻ. ഈ ആയത്ത് ഒരു വിശദീകരണത്തിലേക്ക് ആവശ്യമാണ്. ഫഇന്നഹാ സീഖത്തുൽ ഇഹ്തിജാജി അലൈഹിം ഫി ഇൻകാരിഹിമുൽ ബഅസ വൽ ഹിസാബ്. മനുഷ്യരുടെ രണ്ടാമത് പുനരുദ്ധാരണത്തെ സംബന്ധിച്ചും വിചാരണയെ സംബന്ധിച്ചും നിഷേധിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാൻ അള്ളാഹു തെളിവ് പിടിക്കുന്നതാണ് ഈ ആയത്തിനെ. വലാ ബുദ്ദ അൻ യകൂന ദലീലു മുസ്തൽസിമൻ ലിമദ്ലൂലിഹി. ദലീൽ തെളിവ് എപ്പോഴും എന്തായിരിക്കണം? എന്തിനാണോ തെളിവ് പിടിച്ചത് അതിനെ അനിവാര്യമാക്കി തീർക്കുന്നതായിരിക്കണം. അപ്പോ ആഖിറത്തെ നിഷേധിക്കുന്ന ആളുകൾക്കെതിരെ ഒരു തെളിവ് കൊണ്ടുവരും എന്താകണം? ആഖിറമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതായിരിക്കണം ആ തെളിവ്. ബിഹൈസു യന്തഖിലു الذهن منه الى المذلول لما بينهما من التلازم فيكون الملزوم دليلا على لازمه ولا يجب العكس. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ഈ ഒരു തെളിവ് പറയുമ്പോൾ അവന്റെ ദിഹ്ന്, അവന്റെ ബുദ്ധി എന്ത് ചെയ്യണം? എന്തിനു വേണ്ടിയിട്ടാണോ ഈ തെളിവ് പറയുന്നത് അതിലേക്ക് എന്ത് ചെയ്യണം? അവനെ കൊണ്ടെത്തിക്കണം. അത് ആഖിറമുണ്ട് എന്ന് സ്ഥാപിക്കാൻ പര്യാപ്തമായതായിരിക്കണം എന്ത് ആ പറയുന്ന തെളിവുകൾ എന്നുള്ളതാണ്. എന്നിട്ട് എങ്ങനെയാണ് ഈ ആയത്ത് തെളിവാകുന്നത് എന്ന് ഇമാം അവറുകൾ വിശദീകരിക്കുകയാണ്. വവജുൽ ഇസ്തിദ്ലാലി അന്നഹും ഇദാ അൻകറു അൽ ബഅസ വൽ ജസാ. അവർ പുനരുദ്ധാരണത്തെയും ജസാഇനെയുമെല്ലാം നിഷേധിച്ചപ്പോൾ ഫഖദ് കഫറു ബി റബ്ബിഹിം. സ്വാഭാവികമായിട്ടും അവരെന്താണ് ചെയ്തിരിക്കുന്നത്? റബ്ബിനെ നിഷേധിച്ചിരിക്കുകയാണ്. റബ്ബിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേലെ ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകുന്ന, ഞങ്ങളെ അധീശപ്പെടുത്തിയിരിക്കുന്ന ഒരു റബ്ബില്ല എന്നാണ് അവരുടെ വാദം. വഅൻകറു ഖുദ്റതഹു വറുബൂബിയ്യതഹു വഹിക്മത. അത് മുഖേന അള്ളാഹുവിന്റെ കഴിവും അവന്റെ റുബൂബിയ്യത്തും അതേപോലെ തന്നെ അവന്റെ ഹിക്മത്തും എല്ലാം ഇവരെന്ത് ചെയ്തിരിക്കുന്നു? നിഷേധിച്ചിരിക്കുന്നു. ഫഇമ്മാ അൻ യുഖിറു ബിഅന്ന ലഹും റബ്ബൻ ഖാഹിറൻ മുതസല്ലിഫൻ ഫീഹിം. ഇവിടെ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ അവരെന്ത് ചെയ്യണം? അവർക്കൊരു റബ്ബുണ്ട്, എല്ലാം അടക്കി ഭരിക്കുന്ന, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു റബ്ബ് അവർക്കുണ്ട് എന്നെന്ത് ചെയ്യണം? ഒന്നുകിൽ അത് സമ്മതിക്കണം. കമാ സയുമീതുഹും ഇദാ ശാഅ വയുഹീഹിം ഇദാ ശാഅ. ഏതുപോലെ അവരെ അവനുദ്ദേശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മരിപ്പിക്കുന്നു, അവനുദ്ദേശിപ്പിക്കുമ്പോൾ അവൻ ജീവിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു റബ്ബ് ഉണ്ടെന്ന് ഒന്നുകിൽ എന്ത് ചെയ്യണം? രണ്ട് സാധ്യതകൾ പറയാണ് ഇമാമുകൾ. ഒന്നുകിൽ റബ്ബുണ്ടെന്ന് അവർ അംഗീകരിക്കണം. എങ്ങനെയുള്ള റബ്ബ്? അവരെ നിയന്ത്രിക്കുന്ന, അവർക്ക് ജീവൻ കൊടുക്കുന്ന, മരിപ്പിക്കുന്ന. വയഅ്മുറുഹും വയൻഹാഹും, അവരോട് കൽപ്പനകൾ നൽകുന്ന, അവരോട് നിരോധനങ്ങൾ പറയുന്ന. വയുസീബു മുഹ്സിനഹും വയുആഖിബു മുസീഅഹും, നന്മ ചെയ്യുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന, തിന്മ ചെയ്തവരെ ശിക്ഷിക്കുന്ന റബ്ബുണ്ടെന്ന് ഒന്നുകിൽ അവർ അംഗീകരിക്കണം. അല്ലെങ്കിൽ വഇമ്മാ അല്ലാ യുഖിറു ബിറബ്ബി ഹാദാ ശഅനുഹു, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ റബ്ബിനെ അവരെന്ത് ചെയ്യണം? റബ്ബിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്: ജീവിപ്പിക്കുക, മരിപ്പിക്കുക, നിയമങ്ങൾ നൽകുക. ഇങ്ങനെയുള്ള റബ്ബിനെ അംഗീകരിക്കാതിരിക്കണം. ഫഇൻ അഖറു ബിഹി ആമനു ബിൽ ബഅസി വന്നുശൂർ. ആ റബ്ബിനെ അവർ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്തിരിക്കുന്നു? അവര് ഒരു പുനരുദ്ധാരണത്തെയും യൗമുൻ നുഷൂറിനെയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഖിയാമത്ത് നാളിനേക്കും അവർ വിശ്വസിക്കും. വദ്ദീനിൽ അംരി വൽ ജസാഇ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ശാസനകളാകുന്ന ദീനിനെയും അതേപോലെ തന്നെ പ്രതിഫല ദിനത്തിന്റെ ദീനിനെയും അവരെന്ത് ചെയ്യും? വിശ്വസിക്കും. വൈൻ അൻകറൂഹു കഫറൂ ബിഹി. ഇനി അവർ ഈ റബ്ബിനെ നിഷേധിക്കുകയാണെങ്കിലോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അവര് നിഷേധിക്കുകയാണ് ചെയ്യുക. ഫഖദ് സഅമു അന്നഹും ഗൈറു മർബൂബീന വലാ മഹ്കൂമിൻ അലൈഹിം. ഇവിടെ ഈ കുഫാറുകൾ എന്താണ് വാദിക്കുന്നത്? അവർ പറയുന്നത് ഞങ്ങൾ ഒരു റബ്ബിന്റെ കീഴിലുള്ളവരല്ല, ഞങ്ങൾ വിധി നടത്തപ്പെടുന്നവരുമല്ല, ഞങ്ങളുടെ മേലെ അങ്ങനെ ഒരു ഭരണാധികാരി ഇല്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. ഞങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ് അവർ പറയുന്നത്. വലാ ലഹും റബ്ബുൻ യതസറഫു ഫീഹിം കമാ അറാദ്. ഞങ്ങളുടെ മേലെ എന്തില്ല? അവർക്കൊരു റബ്ബില്ല. അവർ പറയുന്നത് അവർക്കൊരു റബ്ബില്ല, ഞങ്ങൾ നിയന്ത്രിക്കുന്നവനായ, ഉദ്ദേശിക്കുന്നത് പോലെ നിയന്ത്രിക്കുന്നവനായ ഒരു റബ്ബില്ല എന്നാണ് ഈ കുഫാറുകൾ വാദിക്കുന്നത്. എന്നാൽ അള്ളാഹു ഇവിടെ ചോദിക്കുകയാണ്, ഫഹല്ലാ യഖ്ദിറൂന അലാ ദഫ്ഇൽ മൗത്ത്. എന്നാ പിന്നെ മരണത്തെ തടുക്കാൻ ഇവർക്ക് സാധിക്കുമോ? ഇവര് സ്വതന്ത്രരാണെന്ന് അവർ പറയണത്, ഇവർ നിയന്ത്രിക്കപ്പെടുന്നവരല്ല എങ്കിൽ ഈ മരണം വരുമ്പോൾ മരണത്തെ തടുത്തു നിർത്താൻ ഇവർക്ക് സാധിക്കുമോ? അലാ ദഫ്ഇൽ മൗത്തി അൻഹും ഇദാ ജാഅഹും. മരണം അവരിലേക്ക് വരുമ്പോൾ ഈ മരണത്തെ തടുക്കാൻ എന്താണ് ഇവർക്ക് സാധിക്കാത്തത്? വഅലാ റദ്ദിർ റൂഹി ഇലാ മുസ്തഖല്ലിഹാ ഇദാ ബലഗത്തിൽ ഹുൽകൂം. റൂഹ് അവരുടെ തൊണ്ടക്കുഴയിലെത്തിയാൽ അതിനെ യഥാസ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുപോകാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല? ഇവർ പറയുന്നത് ഇവർ സ്വതന്ത്രരാണ്, ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബില്ല എന്നല്ലേ പറയുന്നത്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതിന് സാധിക്കാത്തത്? വഹാദാ ഖിതാബുൻ ലിൽ ഹാദിരീന വഹും ഇൻദൽ മുഹ്തളിർ. മരണമാസന്നമായി കിടക്കുന്ന ആളുകളുടെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണിത്.
വഹും യുആയിനൂന മൗത, ഈ മനുഷ്യന്റെ മരണം അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ഫഹല്ല തറുദ്ദൂന റൂഹ ഇലാ മകാനിഹാ. അപ്പോൾ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് ഈ ഈ മനുഷ്യന്റെ റൂഹിനെ അതിന്റെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലയോ? ഇൻകാന ലക്കും ഖുദ്റത്തുൻ വതസറുഫുൻ, നിങ്ങൾ ശക്തരാണ്, കഴിവുള്ളവരാണ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്നാണ് എങ്കിൽ, വലസ്തും ബിമർബൂബീന വലാ ബിമഖ്ഹൂരീന ലിഖാഹിരിൻ ഖാദിരിൻ, സർവശക്തനായ എല്ലാം അടക്കി ഭരിക്കുന്നവനായ ഒരാളുടെ കീഴിലല്ല നിങ്ങൾ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ആരാലും ഭരിക്കപ്പെടാത്തവരാണ് നിങ്ങൾ, സ്വതന്ത്രരാണ് നിങ്ങൾ എന്ന് പറയുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന് സാധിക്കാത്തത്? തംലി അലൈക്കും അഹ്കാമുഹു വതൻഫുദു അവാമിറുഹു, ഏതവസ്ഥയിൽ നിങ്ങളുടെ മേൽ അവന്റെ വിധികളാണ് എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കപ്പെടുന്നത്. അവന്റെ കൽപ്പനകളാണ് നിങ്ങളുടെ മേൽ നടപ്പിലാക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു റബ്ബ് ഇല്ലാന്ന് നിങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? നിങ്ങളിലേക്ക് വരുന്ന മരണത്തെ തടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ റൂഹിനെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? വഹാദിഹി ഗായതു തഅജീസ് ലഹും, ഇത് അവരുടെ അങ്ങേയറ്റത്തെ ദുർബലതയാണ്, ബലഹീനതയാണ്. ഇദ് ബയ്യന അജിസഹും അൻ റദ്ദി നഫ്സിൻ വാഹിദത്തിൻ ഇലാ മക്കാനിഹ, ഒരൊറ്റ റൂഹിനെ വരെയും ജീവനെ വരെയും അതിന്റെ സ്ഥാനത്തേക്ക് മടക്കി കൊടുക്കുന്നതിനെ തൊട്ട് ഇവരെന്ത് ചെയ്തിരിക്കുന്നു? അശക്തരാണ് എന്ന് അള്ളാഹു തെളിയിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. മനുഷ്യരും ജിന്നുകളും ഒന്നടങ്കം ഒരുമിച്ച് കൂടിയാലും ഒരാൾക്ക് മരണം എത്തിക്കഴിഞ്ഞാൽ, റൂഹ തൊണ്ടക്കുഴിയിലെത്തിയാൽ ആ റൂഹ എന്ത് ചെയ്യാൻ പറ്റൂല? തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല. ഫയാലഹാ മിൻ ആയത്തിൻ ദാല്ലത്തിൻ അലാ വഹദാനിയതിഹി വറുബൂബിയ്യതിഹി സുബ്ഹാന വതസറുഫിഹി ഫി ഇബാദിഹി വനുഫൂദി അഹ്കാമിഹി ഫീഹിം വജറയാനിഹി നിഹ അലൈഹിം. അതുകൊണ്ട് എന്തൊരു ആയത്താണിത്! അള്ളാഹുവിന്റെ വഹദാനീയത്തിലേക്ക് അറിയിക്കുന്ന, അവന്റെ ഏകത്വത്തിലേക്കും, അവനാണ് സകലതിനെയും സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി ജീവിപ്പിച്ച് പരിപാലിക്കുന്ന റബ്ബ് അവൻ മാത്രമാണ് എന്നറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണിത്. സുബ്ഹാനഹു, അവൻ അത്ര പരിശുദ്ധനാണ്. വതസറുഫിഹി ഫി ഇബാദി, അടിമകളുടെ ഇടയിൽ അവൻ നടത്തുന്ന കൈകാര്യകർത്തൃത്തെ സംബന്ധിച്ചും, വനുഫൂദി അഹ്കാമിഹി ഫീഹിം, അവന്റെ ഹുക്കുമുകൾ അവരിൽ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചും പറയുന്ന, അതിനെ നടത്തുന്നതിനെ കുറിച്ചും പറയുന്ന എന്തൊരു ആയത്താണിത് എന്ന് ഇമാം അവറുകൾ പറയുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ദീൻ എന്നുള്ളത് എന്താണ്? അള്ളാഹുവിനുള്ള അനുസരണമാണ്. അതിന്റെ അടിസ്ഥാനം എന്താണ്? മഹബത്താണ് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ശേഷം ദീനിന്റെ 2 ഇനങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.